നാടകം യൂദാസിന്റെ മഞ്ഞക്കണ്ണ്. നിങ്ങൾക്കെന്നെ കീഴടക്കാനാവില്ല. യുഗാന്തരങ്ങളായി ഞാൻ അറിയുന്നു ഒറ്റുകാരനെന്ന പേരും പേര്. കാലം തെളിയിക്കും ഒറ്റുകാരൻ നീയായിരുന്നോ അതോ ഞാനോ എന്ന് കാലം തെളിയിക്കും. എങ്ങനെ അഭിനയ ഉഷാറല്ലേ മോനെ പവിത്ര? അഭിനയത്തിന്റെ കൊടുമുടി താണ്ടുന്ന നാടകം പഠിപ്പിക്കുന്ന ഗിരിമാഷ് പറഞ്ഞത് കണ്ടോ? മുറ്റം നിറച്ചു സെറ്റാ. അമ്മയ്ക്കൊന്ന് മുറ്റടിച്ചാരും കൂടി കഴിഞ്ഞില്ല. മിണ്ടാതെ കുത്തർന്നടാടെ. നാടകക്കാരനൊന്നും പുച്ഛാണല്ലോ. അതന്നെയാണ് ആ കമ്മിറ്റിക്കാരും കാണിച്ചത്. നാടകത്തിന് പൈസ ഇല്ല, നാടൻ പാട്ടിന് പൈസ ഉണ്ടോ? അവസാനേ നാടകവും ജീവിതവും രണ്ടല്ലാന്ന് കാണുന്ന കുറെ ആൾക്കാർ. ഞാൻ ഗിരിമാഷ് സത്യേട്ടൻ ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ച് നാടകത്തിന്റെ പൈസ. നാടകം യൂദാസിന്റെ മഞ്ഞക്കണ്ണ്. നാടകം ഇങ്ങനെ തമർത്തി വരുമ്പോഴല്ലേ ലോക്ക്ഡൗൺ വന്നത്. ലോകത്തിന്റെ മൊത്തം തലവര മാറ്റിയില്ലേ? ആരമേ അടാ അന്നെ തെരഞ്ഞോണ്ട് ആ പലിശക്കാരൻ അണ്ണാച്ചിട വന്നത്. നാടകത്തിന്റെ സെറ്റടിക്കാൻ മേടിച്ച പൈസക്കാ എന്റെ അണ്ണ മൊത്തം ലോക്ക്ഡൗണാ. ആ കുടുംബം പോറ്റാൻ വാങ്ങിയതൊന്നും അല്ലല്ലോ. കുടുംബം പോറ്റാനല്ല, നാടകം കളിക്കാൻ തന്നെയാ. പവിത്രനെ നാടകവും ജീവിതവും രണ്ടല്ല ഒന്നാ. ഇതേ ജോസ് മാഷ് പറഞ്ഞതാ. ജോസ് മാഷ് അറിയാത്ത ഒരു നാടകക്കാരും ഈ നാട്ടിലില്ല. ജോസ് മാഷ് മരിച്ചപ്പോ 134 റീത്ത മാഷ നെഞ്ചത്ത്. അതിലെ ഒരു 4 റീത്തിന്റെ പൈസ മൂപ്പര കീഴ്ചയിലുണ്ടെങ്കിൽ മൂപ്പര് കെട്ടിത്തൂക്കി ചാകൂലി. ജോസ് മാഷ് കെട്ടിത്തൂക്കി ചാകൂലി. നാടകം എല്ലാവർക്കും ഇഷ്ട, നാടകക്കാരെ വേണ്ട. നാടകം എല്ലാവർക്കും ഇഷ്ട, നാടകക്കാരെ വേണ്ട. പക്ഷേ ഈ പവിത്രനെ പോലുള്ളവർക്ക് നാടകം കളിക്കാതിരിക്കാൻ പറ്റുമോ? പവിത്രനെ നാടകം വെറും ഒരു നാടകം മാത്രല്ല, ജീവിതം കൂടിയാ. അതൊരു പ്രതിരോധം കൂടിയാ. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഞങ്ങൾ നാടകം കളിക്കും. നാടകത്തിന്റെ പേര് യൂദാസിന്റെ മഞ്ഞക്കണ്ണ്. യൂദാസിന്റെ മഞ്ഞക്കണ്ണ് ഇവിടെ പൂർണ്ണമാവുകയാണ്.